ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഞാനൊരു വിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ല. ഞാനിപ്പോൾ കന്യാസ്ത്രീ മഠത്തിലേക്ക് വരാൻ തന്നെ തയ്യാറാവുകയാണെങ്കിൽ സിസ്റ്റർ എന്നോട് എന്തായിരിക്കും പറയുക? ഞാൻ കാല് പിടിച്ച് പറയും വരരുതെന്ന. കാരണം എൻ്റെ ചേച്ചിയുടെ മകളുണ്ട്, ഇപ്പം ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞിട്ട് ഇപ്പം അവൾ ആഫ്രിക്കയ്ക്ക് പോയിരിക്കുക. ഞാൻ ആ കൊച്ചിനോട് ഫോർമേഷൻ്റെ സമയത്ത് നമ്മളൊരു കാര്യങ്ങളെ യഥാർത്ഥത്തിൽ കാണുന്നയാൾ, നമുക്ക് രണ്ട് മുഖത്തിൻ്റെ ആവശ്യമില്ല. ചിലരുടെ അടുത്ത് ഒരു മുഖവും മറ്റുള്ളവരുടെ വേറൊരു മുഖവും ആവശ്യമില്ല. അപ്പം ഇതിനകത്തുനിന്ന് എന്താ ഈ കാണുന്നത്, എന്താ ഇത്രയും വർഷം ജീവിച്ചത്, ചുറ്റിലും കാണുന്നത് എന്താണെന്ന് നമുക്കറിയാം. വെറും യാന്ത്രികത മാത്രം. ഗതികെട്ടവരെന്ന് വേണേൽ പറയാം. ഒരു നിവൃത്തിയില്ലാതെയായി മാറുന്നവർ, സ്വയമായിട്ട് ചിന്തിക്കാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് ഇഷ്ടപ്പെട്ട സമയത്ത് മറ്റ് പ്രാർത്ഥനാ മണിക്കൂറുകൾ പോകാതിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാൻ പറ്റുന്നില്ല. സ്വയമായിട്ടൊരു നല്ല സമയത്ത് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചാൽ സ്വന്തമായിട്ട് പറ്റും, പക്ഷെ മറ്റേ സമയം കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു എന്താ പറയുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ കൊച്ചിനോട് ഫുള്ളി യാന്ത്രികത. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ ചാപ്പിൽ പൂട്ടിയിട്ടാണ് പോകുന്നത്. അവരകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും കുറേ ദിവസം അകത്തുനിന്ന് കുറ്റിയിട്ട് ഞാൻ അകത്ത് കയറാതിരിക്കാൻ. ഇതൊക്കെ എല്ലാവരും അറിയുക, ഇവരാണ് പ്രാർത്ഥിക്കുന്നത്, എന്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, മോളെ നീ പോകരുത്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിയട്ടെ. പക്ഷെ അവൾക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഭയങ്കര സ്നേഹവും യേശുവിനോട്. അങ്ങനെ പോകണം എന്ന് പറഞ്ഞ് അവൾ പോയി. അവൾ കുറേ പ്രശ്നം. ഞാൻ ഇപ്പോഴും ചേട്ടനോട് പറയാം, എന്നെ തിരിച്ചു കൊണ്ടുപോവാ. ഇപ്പോൾ കൊച്ച് ആഫ്രിക്കയ്ക്ക് പോയിരിക്കുക. ഇവിടുന്ന് സാരി എടുത്തുകൊണ്ട് നടന്ന കൊച്ചാ. ഇവിടെ സാരിയാണ് ഡ്രസ്സ്. ആഫ്രിക്കയ്ക്ക് പോയപ്പോൾ ഇത്രയും മുട്ട് വരെ ഇറക്കമുള്ള സന്യാസ വസ്ത്രം, വിദേശ സന്യാസ സഭയാണ് അവളുടേത്. ക്ലൂണി എന്ന് പറയുന്ന ഒരു സന്യാസ സഭയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ വസ്ത്രമൊക്കെ ധരിച്ച് ഈ വെയിലൊക്കെ കെട്ടി ഇപ്പോൾ അവൾ നടക്കുക. അപ്പം ഞാൻ ആ കുട്ടിയോട് അത് പറഞ്ഞത്. അതുകൊണ്ട് മോളെന്നല്ല, ഞാൻ പറഞ്ഞില്ല എത്രയും ചെയ്തു. ഞാൻ പറയുന്നത് ഈ ഒരു സംവിധാനം താനെ നിന്ന് പൊക്കോളും. ഗോവയിലൊക്കെ നിന്നുപോയി, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുപോയി. അവിടേക്ക് നിന്ന് പോയപ്പോഴാണ് ഇന്ത്യയിൽ വന്നിട്ട് തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് വിദേശ സഭകളിലേക്കൊക്കെ. പിന്നെ ആ ഒരു 19ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആ കൾച്ചർ വന്നിട്ട് മിഷണറീസ് ഇവിടെ വന്ന് ഇവിടുന്ന് കുറേ എണ്ണത്തെ തട്ടിക്കൊണ്ടുപോയി. എല്ലാ വീട്ടിൽ നിന്ന് 2 പാവപ്പെട്ട മക്കളെ അല്ലാത്തവരെയൊക്കെ. ഞാൻ പറയുന്നത് ഇനി ഒരു നമ്മുടെ ഭാവി കാലത്തേക്ക് പ്രതീക്ഷയോടെ നോക്കണമെങ്കിൽ ഈ പെൺകുട്ടികൾ ദയവ് ചെയ്ത് മഠങ്ങളിൽ പോകരുത്. അവര് വിവാഹം കഴിക്കട്ടെ. ആ വിവാഹം കഴിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവരുടെ ക്രൈസ്തവ ധർമ്മം പൂർത്തിയാക്കട്ടെ. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ പൗരോഹിത്യത്തിൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കണ്ട. അവര് വിവാഹം കഴിച്ച് ഒരു കുടുംബമായി ജീവിച്ചുകൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷയൊക്കെ ചെയ്താൽ മതി.